നമസ്കാരം, വെൽക്കം ടു അതുകണ്ണനപ്പുണ്ണി. അപ്പം ഇത് നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു കുക്കിംഗ് വീഡിയോ കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പം ഞാൻ പ്രത്യേകിച്ച് കാര്യമായിട്ട് സ്പെഷ്യലായിട്ടൊന്നും ഒരു ഡിഷും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് ഉണ്ടാക്കിയാൽ തന്നെ എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര നാളും കുക്കിംഗ് വീഡിയോ ഇടാഞ്ഞത്. അപ്പം ഞാൻ ഇന്നാണെങ്കിൽ നമ്മുടെ ഇവിടെ നല്ല പച്ചക്കുരുമുളക്, നല്ല എരിവെള്ള തിന്നിട്ട് എരിയണം ഇപ്പോഴും. നല്ല പച്ചക്കുരുമുളക് കിട്ടി. അപ്പം നമ്മൾ ചാളയും വാങ്ങി. അപ്പോൾ പച്ചക്കുരുമുളക് അരച്ച് ചാളക്കറി വെക്കണമെന്നാണ് അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ ഫ്രൈയും ചെയ്യും. അപ്പോൾ രണ്ടും ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിടാം. ഓൾമോസ്റ്റ് ഇപ്പം മിക്കൊക്കെ അറിയുന്ന സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇത്. എന്നാലും ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഞാനൊരു വലിയൊരു സവാളയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം സവാള എടുത്താണ്. ഉള്ളി യൂസ് ചെയ്യുന്നവർ ഉള്ളി യൂസ് ചെയ്താലും മതി കേട്ടോ. പിന്നെ കുറച്ചൊരു ഇഞ്ചി, പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി, വേപ്പില, 2-3 പച്ചമുളക്. ഇത് നല്ല അടിപൊളി പച്ച കുരുമുളക് കേട്ടോ. നല്ല എരിവുള്ള പച്ച കുരുമുളകാണ്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച്, നിങ്ങളുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുടംപുളിയാണ്. ഞാൻ 2 കഷ്ണം കുടംപുളി, നമുക്ക് പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂട്ടവും കുറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഞാനൊരു ചെറിയൊരു തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ. പിന്നെ നമുക്ക് ആവശ്യമുള്ള നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി കേട്ടോ. ഇതിപ്പോൾ 1 കിലോ മത്തിയുണ്ട്. നമുക്ക് കറി വയ്ക്കാനായിട്ട് 1/2 കിലോ മതി. പിന്നെ ഞാൻ 1/2 കിലോ ഫ്രൈ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ചട്ടി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചൂടായ ചട്ടിയിലിട്ട് കുറച്ച് എണ്ണ ഞാൻ കോരി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിൽ കുറച്ച് ഇഞ്ചി എടുത്തില്ല കേട്ടോ. കുനുകുന അരിഞ്ഞ് വെച്ചേക്കണ ഇഞ്ചിയല്ല, അത്യാവശ്യം വലുപ്പത്തിൽ അരിഞ്ഞ് വെച്ചേക്കണ ഇഞ്ചിയാണ്. എനിക്ക് കുനുകുനൊന്നും അരിഞ്ഞ് വരത്തില്ല എന്ന് ഇഞ്ചിയൊന്നും. അപ്പോൾ ഇഞ്ചി ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരുത്തണം എന്ന് പറഞ്ഞിട്ട് കരിച്ച് വന്നിട്ട് തന്നെ പരാതി പറയരുത്. അത്യാവശ്യം മൂത്ത് വന്നാൽ മതി. അതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി കൊണ്ടിടാം. വെളുത്തുള്ളി ഇഞ്ചി കൂടെ മൂത്ത് വരുമ്പോൾ അതിൻ്റെ പോലെ സാറേ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. എനിക്കങ്ങനെ കേട്ടോ വൈബ്. എനിക്കിത് രണ്ടിൻ്റെയും മൂത്ത് വരുമ്പോഴൊരു മണമുണ്ടല്ലോ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അടുത്ത നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് സവാള വാരിക്കോരി അങ്ങ് ഇടാനേ. നിങ്ങൾക്ക് ഉള്ളിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഉള്ളി ഇട്ടാൽ മതി. എനിക്കിവിടെ സവാളയായിരുന്നു ഇഷ്ടം, അതുകൊണ്ട് ഞാൻ സവാളയായിട്ട് ഇട്ടത്. നിങ്ങൾക്ക് ഉള്ളിയാണ് ഇഷ്ടം ഉള്ളി ചേർക്കാം, സവാളയാണ് ഇഷ്ടം സവാളയാണ് ചേർക്കാം. രണ്ടിലേതായാലും കുഴപ്പമൊന്നുമില്ല. രണ്ടിൻ്റെയും ഗുണം ഒന്നൊക്കെ തന്നെയാണേ. അടുത്തത് നമുക്ക് പച്ചമുളക്. ഓൾറെഡി നമ്മളിനി പച്ചക്കുരുമുളക് ചേർക്കാനുണ്ട്. അതുകൊണ്ട് അതിൻ്റെ എരിവും കൂടെ മുൻകൂട്ടി കണ്ടിട്ട് വേണം നമുക്ക് പച്ചമുളക് ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ ലാസ്റ്റ് മൊത്തത്തിൽ പൊകഞ്ഞു പോവേ. അതിനുശേഷം നമുക്ക് കുരുമുളക് അതിനൊക്കെ അരച്ചുകൊണ്ട് വരാം. വെള്ളമൊന്നും ചേർക്കണം, ഞാൻ വെറുതെ അരച്ചിട്ട് വന്നാൽ കേട്ടോ അത്. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇല്ലാണ്ട് എന്ത് കറി. ഒന്നുമില്ലെങ്കിലും നമ്മൾ തിന്നില്ലെങ്കിലും എടുത്ത് കളയാനുണ്ടെങ്കിൽ പോലും കറിവേപ്പില ഇല്ലാണ്ട് കറി ഉണ്ടാക്കിയാൽ വല്ല വേസ്റ്റ് ഉണ്ടാവുന്നേ. അപ്പം നമുക്ക് കറിവേപ്പില ഇട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങനെ ഇട്ട് കെടുവറ എന്ന് പറഞ്ഞ പോലെ നല്ലോണം ഇട്ടങ്ങനെ മിക്സ് ചെയ്യാന്നേ. അപ്പം അങ്ങനെ മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് മൂത്തോട് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്തത് എന്ത് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം പറയണോ? നിങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് മനസ്സിലായിട്ടോ. മീൻകറിയൊക്കെ വെക്കാനായിരുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് എന്നാലും ഞാൻ പറഞ്ഞുതരാം. അടുത്തത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് നേരെ അതിലോട്ടെടുത്ത് തട്ടുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. അതാണ് നമുക്ക് അടുത്ത പരിപാടി കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിടാം കേട്ടോ. ഇപ്പിടണമെന്നില്ല, ലാസ്റ്റ് ഇട്ടാലും മതി. എന്നാലും ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇത് ചേർത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി നല്ല സ്റ്റൈലൊരു പച്ച കളർ വരും കേട്ടോ. സാധാരണ മീൻകറി വയ്ക്കുമ്പോഴത്തേക്കും നല്ല ചുമന്ന കളറല്ലേ ഇത്. ചുമന്ന കളറൊന്നുമല്ല, നല്ല പച്ച കളർ കേട്ടോ. നല്ല ഇളം പച്ച കളർ, നല്ല വാഴക്കൊമ്പിൻ്റെ കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. നല്ല രസമാണ്. പ്രത്യേകം ഇപ്പോൾ നമ്മൾ പച്ചപ്പ് ഹരിതാപ്പൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും നമുക്കതിൽ. ഓൾറെഡി നമ്മൾ പച്ച കളറിലുള്ള കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഉണ്ടല്ലോ. അതിനിടയ്ക്ക് വെളുത്തുള്ളിയുടെ വെളുത്താറോ ഒക്കെ കാണാം. അപ്പോൾ എല്ലാത്തിൻ്റെ ഇടയിൽ പല പല കളേഴ്സ് നമുക്ക് മിന്നി മഞ്ഞ് പോകണമാണ് കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് ഒരു കളറും കൂടെ ചേർക്കാമോ? അതിനെന്ത് വേണം, നമുക്ക് കുനുകുന അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും കൂടെ ചേർക്കാം കേട്ടോ. ഓൾറെഡി നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനും പുളിയുണ്ട്, തക്കാളിക്കും പുളിയുണ്ട്. അതുകൊണ്ട് നമ്മൾ അതൊക്കെ കണ്ട് വേണം നമ്മൾ ഓരോന്ന് ചേർക്കാനായിട്ട്. തക്കാളി ഓൾറെഡി ചേർക്കണത് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് കുടംപുളി അപ്പോൾ കുറച്ചെടുക്കുക. അതല്ല കുടംപുളിയുടെ ടേസ്റ്റാണ് കൂടുതൽ വേണ്ടതെങ്കിൽ കുടംപുളി കുറച്ചെടുത്തിട്ട് തക്കാളിയുടെ അളവ് കുറയ്ക്കുക. അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ച് മാറ്റി മറിച്ചൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ കൂടെ ഒന്ന് വെന്ത് ഒരു ചെറിയൊരു കുഴവ് വരുമ്പോഴത്തേക്ക് നമുക്ക് അതെന്ത് ചെയ്യണം, കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യാം കേട്ടോ അതിലോട്ട്. കാരണം നമുക്ക് മീനിന് ഇടണ്ടേ, അതിന് ഇത്രയും ചാറിൽ നല്ല മീനിന് വേവില്ലല്ലോ. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ അടച്ച് വയ്ക്കാം.
അടച്ചു വെച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ അടച്ചു വെച്ച് വരുമ്പോഴത്തേക്കും വീണ്ടും തിളച്ച് ഇങ്ങനെ വരും. അവർ തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ മീനിനെയൊക്കെ കൊണ്ടുവന്നിട്ട് അതിലോട്ട് തട്ടാം. അപ്പോഴത്തേക്കും എന്താ, അത് നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞ് അത് വെന്തോളും. നമുക്കപ്പോൾ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയെന്നേ. തുറന്ന് വെച്ചൊന്ന് വേവിക്കാം, അടച്ച് വെച്ച് വേവിക്കാം. സിമ്മിലിട്ടിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. നല്ലോണം അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞ് വെന്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടെ അടച്ച് വെക്കാം കേട്ടോ. ആ ചൂടിലിരുന്ന് അതൊന്ന് കുറുകി നല്ല അടിപൊളി ഒരു ലുക്കിൽ വരും കേട്ടോ. ഇപ്പം തന്നെ നോക്കി അറിയാൻ പറ്റും, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഒരു സ്റ്റൈലൻ ലുക്കായിട്ടിട്ടേ സൂപ്പറല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് മീൻ വറുക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. ഒരു കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, സവോളയാണ് ഇതെടുത്തതാണ്. ഉള്ളിയാണെങ്കിൽ ഉള്ളി കുഴപ്പമില്ല കേട്ടോ. പിന്നെ കറിവേപ്പില, പിന്നെ നമ്മുടെ പച്ചക്കുരുമുളക്, ഇത് നല്ല എരിവുള്ളതാണ്. പിന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം കേട്ടോ അതിൽ. അപ്പോൾ ഇതാണ് കേട്ടോ ചാള വറുക്കാൻ വേണ്ടിയുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാനുള്ളത്. കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവോള, പിന്നെ വേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിൽ വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ഇതിൽ ഉപ്പ് ചേർക്കാം, അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഉപ്പ് ചേർത്താലും മതി. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ വറുക്കാൻ പറ്റാൻ ആവശ്യമായ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചാളമേ പെരട്ടാം. സ്റ്റാൻഡ് എടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ ഈ വീഡിയോ മുന്നേ ഒറ്റ കൈ കൊണ്ടാണ് കേട്ടോ പിടിച്ചുകൊണ്ടിരുന്നത്. മറ്റേ കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് മീൻ പരട്ടാനും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ എനിക്കത് നടപ്പുള്ള പരിപാടിയല്ലെന്ന് മനസ്സിലായപ്പോൾ നേരെ ആ ഫോൺ താഴെ വെച്ചിട്ട് മര്യാദക്ക് എടുത്ത് പിടിച്ച് മസാല പുരട്ടി ഞാൻ സെറ്റാക്കി എടുത്തു കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് ചൂടാക്കാൻ വയ്ക്കാം. സോറി, എൻ്റെ നോൺ സ്റ്റിക്ക് പാനൊന്നും അല്ല കേട്ടോ, അതൊക്കെ നോൺ സ്റ്റിക്ക് ഇളകിപ്പോയി. അത് എണ്ണ ഒഴിച്ച് നല്ലോണം തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ അതിലോട്ട് നേരെ മീൻ തട്ടി പിന്നെ ഒന്ന് അടച്ചു വെച്ച് നല്ലോണം ഒന്ന് വേവിച്ച് തിരിച്ചും മറിച്ചൊക്കെ എടുത്തപ്പോഴത്തേക്കും ഈ ലുക്കിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി സംഭവം. അപ്പോൾ നമ്മുടെ ചാള ഫ്രൈ സെറ്റായിട്ടുണ്ട്. ഞാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കോട്ടോ. നല്ല സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം എരിവ് കൂട്ടണമെങ്കിൽ എരിവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുരുമുളക് കുറച്ച് കൂടുതൽ ചേർത്താൽ മതി. ഇതിപ്പോൾ എല്ലാം കറക്റ്റാണ്. കുരുമുളക് ചെറുതായിട്ട് ഇതേപ്പോൾ തന്നെ ഒരു ചെറിയ പൊടി കഷ്ണമൊക്കെ ആ കുരുമുളക് കടിക്കും കിട്ടുന്നുണ്ട് ചെറുതായിട്ട്. നല്ലോണം അരഞ്ഞതല്ലല്ലോ, ഒരു ക്രഷല്ല, അരഞ്ഞതാണ്. അതിൽ ചെറിയ ചെറിയ പീസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കടിക്കാനൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ്. ടേസ്റ്റ് പറഞ്ഞാൽ ഇത്രയോ ഇതിപ്പോൾ തിന്നൊന്ന് തീർന്നു കേട്ടോ. ആഹാ അന്തസ്. അപ്പോഴേ നമ്മുടെ ഫിഷ് കറിയും ഫിഷ് ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഫിഷ് കറി ടേസ്റ്റ് ചെയ്തില്ലല്ലോ. സംഭവം നല്ല കിടുക്കാച്ചി ആയിട്ടാണ് കേട്ടോ. സാധാരണ മീൻ വെക്കണ മീൻകറി ഞാൻ അങ്ങനെ ചാറ് കൂട്ടില്ല, എനിക്കങ്ങനെ മീൻകറിയോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ അതിൻ്റെ ചാറ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല കുരുമുളക് എനിക്കിഷ്ടമാണ്, കുരുമുളക് പൊടിയൊക്കെ ഒരുപാടല്ല, ആവശ്യത്തിന് ഇഷ്ടമാണ്. ഇത് പക്ഷേ നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കുരുമുളകിൻ്റെ നല്ല ടേസ്റ്റ്. സാധാരണ വെക്കണ മീൻകറി അല്ലല്ലോ, വേറൊരു ടൈപ്പല്ലേ സംഭവം. ചുമന്ന കറിയ സാറ് ഞങ്ങളുടെയൊക്കെ വീട്ടിലൂടെ വയ്ക്കുക. പിന്നെ തേങ്ങ അരച്ചാണെങ്കിലും ചുമന്ന കറി ആയിരിക്കുള്ളൂ. ഇതൊരു പച്ചക്കറിയാണ് ശരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യുന്നുണ്ടത്. ഇപ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയണ രീതിയിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ വേറെ വല്ല വീഡിയോ നോക്കിയിട്ടൊക്കെ ആണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം പച്ചമുളക് അരച്ച് വെക്കണ കറി, പ്രത്യേകിച്ച് ചാള, പ്രത്യേകിച്ച് നല്ല നെയ്യുള്ള ചാളയാണെങ്കിൽ കിട്ടുക്കാച്ചിയായിരിക്കും കേട്ടോ. അതൊന്നും ജസ്റ്റ് ഇതുപോലെ കറിയാക്കി ഒന്ന് വെച്ച് നോക്കും, സൂപ്പറാണ് കേട്ടോ. ഇത് വെക്കാൻ പറ്റുന്നുള്ളവർ ഇത് തന്നെ ഒന്ന് വെച്ച് നോക്ക്. അതല്ല നിങ്ങൾക്ക് ഇത് ഇഷ്ടമില്ല വേറെ വല്ലതും നോക്കാനാണെങ്കിൽ അങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇത് പച്ചമുളക് ചേർത്ത് അരച്ച് വെച്ചൊരു കറിയും ഫ്രൈയും നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കി വെക്കണേ. നല്ല അടിപൊളി ഐറ്റംസാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാം കേട്ടോ, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നേ. പിന്നെന്താ, നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ടിങ് ടിങ് ഒന്ന് അടിച്ചേക്കണേ.
പിന്നെ എന്താ അതെ ഇവിടെ എൻ്റെ ഒരു ഒഫീഷ്യൽ ടേസ്റ്റർ വന്നിട്ടുണ്ട് അതെ ഇതാണ് ആൾക്കൊന്ന് കൊടുത്തു നോക്കാട്ടാ ഞാൻ വന്നത് മീൻ കറിയാണേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കേട്ടോ ഏനിട് എരിവുണ്ടാ ഇങ്ങേർക്ക് പിന്നെ മീൻ അയ്യോ മീൻകറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇങ്ങേർക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് സംഭവം അപ്പോൾ എന്താ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ സീ യു താങ്ക് യു